കേസ് വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണുന്നു. അതും ഇന്ന് വളരെ ക്രൂഷ്യലായൊരു ദിവസം, കേരളത്തിലൊരു ഭരണമാറ്റത്തിനുള്ള ജനവിധി ഉണ്ടായ ദിവസം. അതും ചരിത്രപരമായ ഒരു ജനവിധി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ചരിത്രത്തിലാദ്യമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിമാർ കൂട്ടത്തോൽവി നേരിട്ട ദിവസമാണിത്. അതിന് ഉപരിയായിട്ട് ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്ന CPM എന്ന് പറയുന്ന കക്ഷിക്ക് അവരുടെ തട്ടകമായ കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവി നേരിട്ട ദിവസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ട്രെയിൽ ചെയ്യുന്ന ഒരു ദയനീയ സ്ഥിതിയും. അല്ല, ഇങ്ങനെ ഈ പട്ടി നൂണ്ട് കയറുന്ന രീതിയിൽ നൂണ്ട് കയറി പറയാൻ പറ്റുള്ളൂ. അതെ. ഇറ്റ് ഈസ് ഒരു തോൽവിയേക്കാൾ മോശമായ അവസ്ഥയിൽ ജയിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അചിന്ത്യമായി. കേരളം ഉണ്ടായ കാലത്ത് അത് നീലേശ്വരത്ത് EMS ജയിച്ചു വന്ന മണ്ഡലത്തിലെ ദ്വയാംഗ മണ്ഡലം. അല്ല, അന്ന് തുടങ്ങിയത് അത് CPM-ൻ്റെ കേന്ദ്രമാണ്. അത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ജയിച്ചു വന്ന സ്ഥലം. പിന്നീട് CPM ആയപ്പോൾ CPM-ൻ്റെ കുത്തക. അവിടെ അവർ ഇപ്പോൾ ഈ 2 മണ്ഡലത്തിൽ ഇപ്പോൾ തോറ്റുപോയിരിക്കുന്നു. അത് തോറ്റതും പാർട്ടിയുടെ വിമതന്മാരോടാണ്. പാർട്ടിക്കെതിരായിട്ട് പാർട്ടി നേതാക്കൾ മത്സരിച്ച വിചിത്രമായൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രപരമായിട്ടും രാഷ്ട്രീയമായിട്ടും വിലയിരുത്തുക? അല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണ് ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ നമുക്കറിയാം. അതെ, മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടുണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ ഒന്ന് 1921 മാപ്പിള കലാപമായിരുന്നു. അതെ. 1921 മാപ്പിള കലാപത്തിൽ ഹിന്ദു വംശഹത്യ നടന്നു. ആ ഹിന്ദു വംശഹത്യ നടന്നു കഴിഞ്ഞപ്പോഴേക്കും KP കേശവമേനോനായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ്. അപ്പോൾ അന്ന് അതിന് ഇരയാക്കപ്പെട്ടത് ആളുകൾ ഈ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ജന്മിമാരായ നമ്പൂരിമാരും മറ്റേ പ്രമാണിമാരായ നായന്മാരും മാത്രമല്ല, അവിടുത്തെ സാധാരണ ജനങ്ങൾ എന്ന് വെച്ചാൽ തീയന്മാർ, മുക്കുവർ തുടങ്ങി ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായി. വലിയ രീതിയിൽ ഇവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെ സംരക്ഷിക്കാനുള്ള ഒരു സംരംഭം ഒരുക്കാൻ സത്യത്തിൽ KPCക്ക് കഴിഞ്ഞില്ല. അതിൽ ഒരു കാരണം വെച്ചാൽ KP കേശവമേനോനൊക്കെ ഭയന്നു എന്നുള്ളത് സത്യമാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കാണുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ മാധവൻ നായർ പോകുന്നുണ്ട്. അപ്പോൾ മാധവൻ നായർ സമ്പൂർണ്ണ ഗാന്ധിയനായിരുന്നു. പക്ഷേ മാധവൻ നായരുടെ അനിയൻ ഈ അടിതടകൾ അറിയാവുന്ന കളരി അഭ്യാസിയായിരുന്നു. അപ്പോൾ ഈ അനിയനെ ഒരു കഠാരി സഹിതം കൂട്ടിയിട്ടാണ് ഇയാളെ കാണാൻ വേണ്ടി മാധവൻ നായർ പോകുന്നത്. ചരിത്രമാണല്ലോ ഇത്. ഗാന്ധിയനായിരുന്നു, ഇതൊക്കെ ആയിരുന്നെങ്കിലും. അപ്പോൾ ഈ സമയത്ത് ഹിന്ദുക്കൾ യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെട്ട് കോൺഗ്രസ് അവർക്കൊരു അഭയസ്ഥാനമല്ല എന്ന് മനസ്സിലാവുകയും കോൺഗ്രസ് സംഘടന മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും 25 പിന്നീട് പാറപ്പുറത്ത് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ അവർ കൂടുകയും പിന്നെ ജന്മികൾക്കെതിരെയുള്ള സമരങ്ങളും ബാക്കിയെല്ലാം നടത്തിയിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ, വിശേഷിച്ചും പിന്നാക്ക ഹിന്ദുക്കളുടെ സ്വാഭാവിക രാഷ്ട്രീയ കക്ഷിയായി രൂപപ്പെട്ടു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്ന് തുടങ്ങി അവരുടെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. ആ കണ്ണൂർ തകർന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ആ കണ്ണൂർ തകർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി തകർന്നു എന്നാണ്. പാർട്ടിയുടെ പിന്നത്തെ അധികാര കേന്ദ്രം എന്ന് പറയാവുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴ പോയി. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഓരോ സ്ഥലം എടുത്തു നോക്ക്. പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പാർട്ടി പിന്നാക്കം പോയിരിക്കുന്നു എന്നുള്ള വസ്തുതയുണ്ട്. പാർട്ടി പരാജയം സംബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി സമ്മതിക്കാതെ ഇനി രക്ഷയില്ല. ഇനി സമ്മതിക്കാതെ പിന്നെ എന്തു ചെയ്യും? ഇനി ഗോവിന്ദൻ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരാൾക്കും മനസ്സിലാകുകയില്ല. ഗോവിന്ദൻ ഇനി വോയിസ് ഇല്ല. അല്ല, ഗോവിന്ദൻ പക്ഷെ പറയും, താത്വികമായിട്ട് വിശകലനം ചെയ്യും. മറ്റേ താത്വികമായ ഒരവലോകനമാണ് നമ്മൾ ഇനി നടത്താൻ പോകുന്നത് എന്ന് പറയുന്ന ശങ്കരാടി പറയുന്ന രീതിയിൽ
ഇപ്പോഴത്തെ ശങ്കരാടിയായ ഗോവിന്ദൻ അത് വന്ന് പറയും എന്നുള്ള കാര്യത്തിൽ ആർക്കുമില്ല. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിൽ 14 മന്ത്രിമാർ തോറ്റിരിക്കുന്നു. അതെ അതെ. അത് കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ എത്രയേറെ വെറുപ്പ് ജനങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ അതെ. കടക്ക് പുറത്ത് എന്ന് ശരിക്കും ഈ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും പറഞ്ഞു. മുഖ്യമന്ത്രി ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതെന്തൊരു ജയം. അതൊരു ജയമല്ലല്ലോ. അതെ. അത് ധർമ്മടത്ത് ഞാൻ എൻ്റെ അധ്യാപക ജീവിതം ആരംഭിക്കുന്നത് ധർമ്മടത്ത് നിന്നാണ്. മറ്റേ തലശ്ശേരി ബ്രണ്ടൻ കോളേജ് എന്ന് പറഞ്ഞാൽ ധർമ്മടത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഒഴിവ് ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകും. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രാമങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ, പാർട്ടി അത് ദിനേശ് ബീഡി സംഘങ്ങൾ, അതിൽ 10 പേരുള്ള ഒരു സംഘത്തിന് 11 പേരുണ്ടാകും. ഈ 11ാമൻ എന്ന് പറഞ്ഞാൽ എല്ലാ പത്രങ്ങളും വായിച്ചു കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ കോൺഗ്രസ് ആണെന്ന കാരണം എന്നോട് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു അവിടെ. മാത്രവുമല്ല അവിടെ അതിൽ ഇപ്പോൾ ആ ഗവൺമെൻറ് കോളേജൊക്കെ ഉള്ള സ്ഥലം, അല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജൊക്കെ വന്നേക്കുന്ന സ്ഥലമുണ്ടല്ലോ, എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഇപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് മങ്ങാട്ടുപറമ്പ് യൂണിവേഴ്സിറ്റിയാണ് വന്നേക്കുന്നത്. മറ്റേ മെഡിക്കൽ കോളേജൊക്കെ വന്നേക്കണ സ്ഥലം. അവിടെ ഞാൻ ഒരിക്കൽ പോയി കഴിഞ്ഞിട്ട് ഒരു ചായക്കടയിൽ ചെന്നിട്ട് എനിക്ക് ചായ പോലും തന്നില്ല. അത് പരിയാരത്തല്ലേ? പരിയാരത്ത്. പരിയാരത്ത് ഞാൻ പോയിട്ട് അവിടെ ഈ ക്രിസ്ത്യൻ സഭയുടെ ഒരു കതറണിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അല്ല, ക്രിസ്ത്യൻ സഭയുടെ ഒരു റിട്രീറ്റിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നതാണ് അവിടെ. അവർക്കവിടെ റിട്രീറ്റ് കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കതറൊക്കെ ഇട്ട് കതർ ജുബയും മുണ്ടൊക്കെ ഇട്ടിട്ട് നടക്കാനിറങ്ങിയപ്പോൾ ഒരു ചായക്കട കണ്ട് കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു ചായ കഴിക്കാൻ നേരം ഒരു ചായ കഴിക്കാൻ കയറിയിട്ട് എനിക്ക് ചായ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കോൺഗ്രസ്സുകാർക്ക് ചായ, കതറിട്ടവർക്ക് കൂടെ ചായ ഇല്ല എന്ന് പറഞ്ഞ് നേരിട്ട് പറഞ്ഞ ഒരു അനുഭവമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് പാർട്ടി തോക്കുന്നത്. അതെ അതെ. ഇപ്പോൾ ധർമ്മടത്ത് ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് തോൽവിയേക്കാൾ ഹീനമായ, തോൽവിയേക്കാൾ ദയനീയമായ അല്ലെങ്കിൽ ഉള്ള ഒരു വിജയമാണ് വന്നിരിക്കുന്നത്. 14 മന്ത്രിമാർ തോറ്റു. സുജാതനൊന്ന് ആലോചിച്ച് നോക്കി മന്ത്രിമാരെ എങ്ങനെയാണ് പെരുമാറിയത്. ഇല്ല, ജനങ്ങൾ ഇവരെയൊക്കെ എത്രയോ മടുത്തിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ തകർന്നൊരു കാലം ഉണ്ടായിട്ടില്ല. സുജാതൻ്റെ മിസ്സസ് കോളേജ് പ്രൊഫസറായിരുന്നല്ലേ, ചോദിച്ചു നോക്ക്. കാരണം കുട്ടികൾക്ക് വേണ്ടാത്ത വിദ്യാഭ്യാസം ഉണ്ടാക്കി വെച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരാണ് ആർ ബിന്ദു. കേസ് VC ആയിരുന്ന ഒരാളാണ്. കേരളത്തിൽ പ്രധാനപ്പെട്ട ഈ വിദ്യാഭ്യാസത്തെ പറ്റി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ, എയ്ഡഡ് കോളേജുകളിൽ 70,000 ഡിഗ്രി സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. വേക്കൻ്റാണ്. അതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. എന്നിട്ട് പറയണത് വിദ്യാഭ്യാസം വൻ വിജയമാണെന്നാണ് പറയുന്നത്. അതെ, മാതൃകാപരമായിട്ടുള്ള വിദ്യാഭ്യാസം വന്നു എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തോ ഒരു പരിതാപകരമാണ്. അതിനേക്കാൾ വേറൊരു രസം എന്ന് പറഞ്ഞാൽ KS VC ആയി പ്രവർത്തിച്ചിരുന്ന കാലടി യൂണിവേഴ്സിറ്റിയിൽ 1200 അധ്യാപകരും 700 വിദ്യാർത്ഥികളും. 1200 ഇല്ലെങ്കിലും 1200 ഇല്ലെങ്കിലും ആ വിദ്യാർത്ഥികളുടെ ഇരട്ടി അധ്യാപകരുണ്ടെന്നാണ് പറയുന്നത് തമാശക്ക്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ആർക്കും വേണ്ടാത്ത ഒരു വിദ്യാഭ്യാസ രംഗം ഉണ്ടാക്കി വെച്ചു, ആരോഗ്യരംഗം. എന്നാൽ ഗവൺമെൻറ് ഡിസ്പെൻസറികളൊക്കെ സാമാന്യം ഭേദപ്പെട്ടതായിരുന്നു. പക്ഷെ ആ മന്ത്രിയുടെ അഹങ്കാരത്തോട് കൂടിയ പ്രതികരണം ഉണ്ടാക്കിയ വിപ്രതിപത്തി ഭയങ്കരമായിരുന്നു. പിന്നെ ഒരു കാര്യം, രാജീവൻ ഇത് പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ വ്യവസായങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയിട്ടൊരു വ്യവസായവും കണ്ടു. 4 ലക്ഷത്തിൽ ചില്ലാനം സംരംഭകർ വന്നു എന്നാണ് പറഞ്ഞത്. 4 ലക്ഷത്തിൽ ചില്ലാനം പെട്ടിക്കട പോലും കേരളത്തിലുണ്ടായിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിലെ വേറൊരു പ്രോബ്ലം, ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഇഷ്യൂസ് ഒന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 10 വർഷം തുടർച്ചയായി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സംഭാവന എന്താണെന്നുള്ള ചോദ്യം പോലും ആരും ഉന്നയിച്ചില്ല. പക്ഷേ ഇവരാരും ചോദിക്കാതെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഗുണഗണം സഹിക്കവയ്യാതൊക്കെ ഒറ്റയല്ല. കാരണം ഭരണപക്ഷത്തേക്കാൾ മോശമായ പ്രതിപക്ഷമായിരുന്നു. അതെ. അല്ല, ഈ പ്രതിപക്ഷം ഇപ്പോൾ ജയിച്ചു, UDF ജയിച്ചു എന്നതുകൊണ്ട്
പ്രതിപക്ഷം ഗംഭീരമായി പ്രവർത്തിച്ചു എന്നൊരർത്ഥവുമില്ല. അല്ല, അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ പിന്നെ പ്രവർത്തന മികവിന് കിട്ടിയ ജനകീയ അംഗീകാരമല്ല. അല്ല. ഇത് ഇടതുപക്ഷത്തോടുള്ള വെറുപ്പും ഇടതുപക്ഷത്തോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ. ഇനി പ്രകടിപ്പിക്കുക. ഓരോ മന്ത്രിമാരെ എടുത്തു നോക്കി, ഇതുപോലെ തന്നെ MP രാജേഷ്, ഇവർക്കൊക്കെ ഈ അഹങ്കാരം തലേ കയറിയിട്ട് സഹിക്കവയ്യാതെ. അതെ അതെ അതെ. കാരണം ഇത്ര അധികാരത്തിൻ്റെ അഹങ്കാരത്തിന് ജനം കൊടുത്ത മറുപടിയാണിത്. അതെ 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 അതെ. അത് ആര് കയറുമ്പോഴും അതെ, ഇനി അടുത്ത് ഭരിക്കാൻ വരുന്നവർക്കും ഇത് ബാധകമാണ്. ഒരു പാഠം. അതിലെനിക്ക് തോന്നുന്നു സജി ചെറിയാൻ മാത്രമായിട്ടാണ് നമ്മൾ ജയിച്ചേക്കണല്ലേ. സജി ചെറിയാനാണ് സജി ചെറിയാൻ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു മന്ത്രി സജി ചെറിയാനാണ്. ബാക്കി അല്ല, ഒരു ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പ് മൊത്തത്തിൽ പോയി, സംപൂജ്യരായി. റോഷി അഗസ്റ്റിൻ മന്ത്രി, അത് അടക്കം. റോഷി അഗസ്റ്റിന് വരെ അഹങ്കാരം പിടിപെട്ടു എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചു. അതെ അതെ അതെ. റോഷി അഗസ്റ്റിന് വരെ അത് UDF പോകാനിരുന്ന ജോസ് കെ മാണിയെ പിടിച്ച് LDF നിർത്തിയ ആൾ റോഷി അഗസ്റ്റിനാണ്. അതെ അതെ അതെ. ആ റോഷി അഗസ്റ്റിനും ഫിനിഷ്ഡായിരുന്നു. പിന്നെ ഒരു കാര്യം, വിമതർ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന വിമതരൊക്കെ മഹാന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. ഈ പാർട്ടിക്കെതിരെ മത്സരിച്ച 2 പേരുണ്ടല്ലോ, അതെ, അവരൊന്നും, അല്ലെങ്കിൽ ഇപ്പം G സുധാകരനും ഒന്നും, കാരണം ഇവരൊക്കെ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പാർട്ടി കാണിച്ചേക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും അംഗീകാരവും നേടിക്കൊടുത്തിട്ടുള്ളവരുമാണ്. അല്ല, ഈ വൃത്തികേടുകൾക്ക് ഒരു കാലത്ത് നേതൃത്വം കൊടുത്തവരുമാണ് ഇവർ. പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൃത്തികേടുകൾ ജനം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ 14 മന്ത്രിമാരുടെ തോൽവിയും മുഖ്യമന്ത്രിയുടെ നാണംകെട്ട വിജയവും എല്ലാവർക്കും ഒരു സൂചനയാണ്. കാരണം ഭരണം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാകരുത്, ജനങ്ങളോട് ഒത്തു നീങ്ങാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം.